നമസ്കാരം. കാലവർഷം കനിയില്ല, ഡാമുകളിൽ എന്തില്ല, വെള്ളവുമില്ല. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയാണ്. വരാനിരിക്കുന്ന ഇരുട്ടകറ്റാൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കഴിയുന്നില്ല എന്ന വിമർശനം ശക്തമാകുമ്പോൾ പ്രതിസന്ധി വി ഡി സതീശൻ സർക്കാരിന്റെ ജനപ്രിയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നാണ് ബോർഡിനോ സർക്കാരിനോ കൃത്യമായി ഒരു രൂപമില്ല. ലോഡ് ഷെഡിംഗ് കാലം വീണ്ടും തിരിച്ചെത്തിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ പോലും നഗരങ്ങൾ വൈദ്യുതി നിലച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും ജനങ്ങളും ഒരുപോലെ അമർഷത്തിലാണ്. വി ഡി സതീശൻ പങ്കെടുത്ത പൊതുപരിപാടിക്കിടയെ പോലും പവർ കട്ട് ഉണ്ടായത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും ഇരുട്ടിൽപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ബോർഡിന്റെയും വകുപ്പിന്റെയും കടുത്ത അനാസ്ഥയാണ് വിരൽ ചൂണ്ടുന്നത്. മഴ കുറഞ്ഞതോടെ KSEBയുടെ സംഭരണികൾ ജലനിരപ്പ് വെറും 29% താഴ്ന്നു. ഇതോടെ ആഭ്യന്തര വൈദ്യുത ഉൽപ്പാദനം പൂർണ്ണമായും താറുമാറായി. ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കാരണം ജലവൈദ്യുതി പദ്ധതികളെ മാത്രം ആശ്രയിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് സംസ്ഥാനം നിലവിലുള്ളത്. പ്രധാന പദ്ധതികളായ ഇടുക്കിയിലും ശബരിഗിരിയിലും 29% വെള്ളം മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതിന്റെ ഇരട്ടിയിലധികം വെള്ളമുണ്ടായിരുന്നു. ആഭ്യന്തര ഉൽപ്പാദനം ഇത്രയും താഴ്ന്ന നിലയിലേക്ക് പോയത് KSEBയുടെ വരുംകാല ആസൂത്രണത്തിലെ പിഴവാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം 44.221 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉൽപ്പാദനം. ഇപ്പോൾ വെറും 16.608 ദശലക്ഷം യൂണിറ്റായി കുത്തനെ ഇടിഞ്ഞു. വലിയ പദ്ധതികൾക്കൊപ്പം തന്നെ ചെറിയ പദ്ധതികളിലും ഉൽപ്പാദനം നാമമാത്രമായി ചുരുങ്ങിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ബോർഡിനെ നിർബന്ധിതരാക്കും. ഷോളയാർ, ഇടമലയാർ, കുണ്ടള പദ്ധതികളും സ്ഥിതി ഭയാനകമാണ്. മാട്ടുപ്പെട്ടിയിൽ 10% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. പത്തനംതിട്ടയിലെ ശബരിഗിരിയെ ആശ്രയിക്കുന്ന കക്കാട്, അള്ളുങ്കൽ, കാരിക്കയം അടക്കമുള്ള പദ്ധതികളും ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ചമട്ടാണ്. അതേസമയം സംസ്ഥാനത്തെ പ്രതിദിന ഉപഭോഗം 88.64 ദശലക്ഷം യൂണിറ്റായി ഉയരുകയും ചെയ്തു. ഇതിൽ 68.81 ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്നും കോടികൾ നൽകി എത്തിക്കുന്നതാണ്. പുറത്തുനിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ തടസ്സം നേരിട്ടാൽ സംസ്ഥാനം പൂർണ്ണമായും ഇരുട്ടിലാകുന്ന അവസ്ഥയിലാണ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയെന്നും നിയന്ത്രണങ്ങൾ എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് തുറന്നു സമ്മതിച്ചു. കൃത്യമായ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയാത്ത മന്ത്രിയുടെ പത്രസമ്മേളനം വാർത്താ സമ്മേളനം ജനങ്ങൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കേന്ദ്ര പൂളിൽ നിന്നുമുള്ള വൈദ്യുതി വിഹിതം കുറഞ്ഞതും മുൻപ് കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടി വന്നതും പ്രതിസന്ധി ഇരട്ടയാക്കി. എന്തായാലും കരാറുകൾ കൃത്യമായി പാലിക്കുന്നതിലോ മുൻകൂട്ടി വൈദ്യുതി കണ്ടെത്തുന്നതിലോ ബോർഡിനുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ സാധാരണക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് എങ്കിലും ഇതിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ വർഷങ്ങൾ വേണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.